എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ 4th യൂണിറ്റായ വെൻ ലൈറ്റ് റിഫ്ലെക്ട്സ് എന്നുള്ള പാഠമാണ്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് നമ്മുടെ ലൈറ്റ് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിൽ കൂടി കടന്നു പോകുന്നത്, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ലൈറ്റ് ഒരു ഒബ്ജക്റ്റിനെ കടത്തി വിടാത്തത്, അതെങ്ങനെയാണ് ഒരു ലൈറ്റിനെ ഒരു ഒബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളുള്ള പല ഒബ്ജക്റ്റുകളെ നമുക്കറിയാം, പല സാധനങ്ങളെ നമുക്കറിയാം. ഈ ഒബ്ജക്റ്റുകളിൽ ചിലത് നമ്മുടെ ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യും, അതായത് ലൈറ്റിനെ അത് കടത്തി വിടും. ചില ഒബ്ജക്റ്റുകളാണെങ്കിൽ ലൈറ്റിനെ തീരെ കടത്തി വിടത്തില്ല. അപ്പോൾ അങ്ങനെ ലൈറ്റിനെ കടത്തി വിടുന്ന ഒബ്ജക്റ്റുകളും ലൈറ്റിനെ കടത്തി വിടാത്ത ഒബ്ജക്റ്റുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഒബ്ജക്റ്റുകളാണ് ലൈറ്റിനെ കടത്തി വിടുന്നത്, ഏതൊക്കെ ഒബ്ജക്റ്റുകളാണ് ലൈറ്റിനെ കടത്തി വിടാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ പുസ്തകത്തിൽ തന്നിരിക്കുന്ന ചില സാധനങ്ങളുടെ, ചില ഒബ്ജക്റ്റുകളുടെ പേര് ഞാൻ പറയാം. അപ്പോൾ ആ ഒബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ ഒബ്ജക്റ്റുകൾ ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടോ അതല്ലെങ്കിൽ ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാത്തതാണോ എന്നൊന്ന് നിങ്ങളൊന്ന് പെട്ടെന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത് സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ് ആണ്. അതായത് ആദ്യത്തെ ഒബ്ജക്റ്റ് സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ്. സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ജനലിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ് എന്ന് പറയും. അതായത് ബെഡ്റൂമുകളിലൊക്കെ നമ്മൾ അങ്ങനെയുള്ള ഗ്ലാസ്സുകളാണ് ഉപയോഗിക്കുന്നത്. കാരണം പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് അകത്തേക്ക് ഗ്ലാസ്സിൽ കൂടി കാണാൻ കഴിയില്ല, അതുപോലെ അകത്തുള്ള കാര്യങ്ങൾ പുറത്തേക്കും കാണാൻ കഴിയില്ല. പക്ഷേ ലൈറ്റ് അതിൽ കൂടി കടന്നു വരും, വെട്ടം അതിൽ കൂടി കടന്നു വരും. അപ്പോൾ സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് ഫിൽഡ് വിത്ത് പ്യുവർ വാട്ടർ ആണ്. ഗ്ലാസ് ഫിൽഡ് വിത്ത് പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ നമ്മളൊരു നല്ല ശുദ്ധമായ നല്ല തെളിഞ്ഞ വെള്ളം നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ കൂടി അല്ലെങ്കിൽ ആ ഗ്ലാസ്സിൽ കൂടി നമുക്ക് എന്ത് കാണാൻ പറ്റും? അപ്പുറത്തുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ആ ഗ്ലാസ്സിൽ കൂടി വെട്ടം കടന്നു വരും. അപ്പോൾ ഗ്ലാസ് ഫിൽഡ് വിത്ത് പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആണ്. അതായത് അത് ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. അടുത്തത് വുഡൻ ബ്ലോക്ക് ആണ്. വുഡൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു തടി കഷ്ണമാണ്. ആ തടി കഷ്ണത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിലേക്ക് ഒരു ടോർച്ച് അടിക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ നിന്ന് അപ്പുറത്തേക്ക് വെട്ടം കടന്നു പോകത്തില്ല. അപ്പോൾ വുഡൻ ബ്ലോക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആണ്. അതായത് ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാത്ത ഒബ്ജക്റ്റ് ആണ് വുഡൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് എ പീസ് ഓഫ് ക്ലോത്ത് ആണ്. ഒരു കഷ്ണ തുണിയാണ്. തുണി എന്ന് പറയുമ്പോൾ അതിനെ എന്ത് ചെയ്യാം? പ്രകാശത്തിനെ അപ്പുറത്തേക്ക് കടത്തി വിടുന്നതല്ല. നമുക്കത് അറിയാം, നമ്മുടെ ധരിക്കുന്ന വസ്ത്രമൊക്കെ, തുണികളൊക്കെ, അത് സാധാരണഗതിയിൽ സാധാരണ തുണികൾ എന്താണ് നമ്മുടെ ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല, ലൈറ്റിനെ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് കടത്തി വിടുന്നില്ല. അടുത്തത് വൈറ്റ് പേപ്പർ ആണ്. വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ സാധാരണ വൈറ്റ് പേപ്പറുകളൊക്കെ നമുക്കറിയാം, നമ്മുടെ ബുക്കിലൊക്കെ ഉള്ള വൈറ്റ് പേപ്പറാണ്. ഈ വൈറ്റ് പേപ്പറിലേക്ക് ഒരു ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ലൈറ്റ് അപ്പുറത്തേക്ക് കടന്നു പോകുന്നതായിട്ട് സാധാരണ പോകത്തില്ല. അപ്പോൾ എന്താണ്? വൈറ്റ് പേപ്പർ ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അടുത്തതായിട്ട് ബ്ലാക്ക് ചാർട്ട് പേപ്പർ ആണ്. ബ്ലാക്ക് ചാർട്ട് പേപ്പർ എന്ന് പറയുന്നത് അറിയാം, വൈറ്റ് പേപ്പറിനേക്കാൾ കട്ടിയുള്ളതാണ് ചാർട്ട് പേപ്പർ എന്ന് പറയുന്നത്. അത് ബ്ലാക്ക് വുഡ് ആകുമ്പോൾ ഒരു കാരണവശാലും ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അടുത്തതായിട്ട് ബട്ടർ പേപ്പർ ആണ്. ബട്ടർ പേപ്പർ നിങ്ങൾക്ക് ചിലപ്പം പരിചയം ഉണ്ടാവത്തില്ല, പേര് ചിലപ്പം അറിയത്തില്ലായിരിക്കും, കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ അതിൻ്റെ സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് ബട്ടർ പേപ്പർ. ബട്ടർ പേപ്പർ എന്ന് പറയുന്നത് ലൈറ്റിനെ എന്ത് ചെയ്യുന്നുണ്ടോ? ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, പ്രകാശത്തിനെ കടത്തി വിടുന്നുണ്ട്. അടുത്തത് വിൻഡോ ഗ്ലാസ് ആണ്. വിൻഡോ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ മുമ്പേ നമ്മൾ പറഞ്ഞ ജനലിൻ്റെ ഗ്ലാസ് ആണ്. അത് ചിലപ്പോൾ പല രീതിയിൽ ഉപയോഗിക്കാം. മുമ്പേ പറഞ്ഞ സ്ക്രാച്ച് ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട്, ചിലപ്പോൾ പ്ലെയിൻ ഗ്ലാസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏത് ഗ്ലാസ് ഉപയോഗിച്ചാലും എന്ത് ചെയ്യും? അത് ലൈറ്റിനെ ഒരു അപ്പുറത്തേക്ക് കടത്തി വിടും. അപ്പോൾ ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സാധനമാണ് വിൻഡോ ഗ്ലാസ്. അടുത്തായിട്ട് കോയിൻ ആണ്. കോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാണയം. നമുക്കറിയാം, നാണയങ്ങളൊക്കെ നല്ല കട്ടിയുള്ളതാണ്, അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സാധനമല്ല. അടുത്തായിട്ട് മിറർ ആണ്. മിറർ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതാണ്. കണ്ണാടി എന്ന് പറയും. ഈ കണ്ണാടിയിലേക്ക് നമ്മൾ ടോർച്ച് അടിക്കുകയോ മറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൈറ്റിനെ അപ്പുറത്തേക്ക് കടത്തി വിടുന്നില്ല. ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിനെ എന്ത് ചെയ്യുന്നില്ല, അപ്പുറത്തേക്ക് കടത്തി വിടുന്നില്ല. അപ്പോൾ മിറർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആണ്. അത് ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അടുത്തതായിട്ട് എ പീസ് ഓഫ് റീഡിംഗ് ഗ്ലാസ് ആണ്. അതായത് റീഡിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖത്തൊക്കെ വെക്കുന്ന കണ്ണട, കാഴ്ചക്കുറവുള്ളവരൊക്കെ വെക്കാനുള്ള കണ്ണട. ആ കണ്ണട എന്ന് പറയുന്നത് ലൈറ്റിനെ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. അടുത്തായിട്ട് മാർബിൾ ആണ്. മാർബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തറയിലൊക്കെ ഇടുന്ന മാർബിൾ പീസാണ്. ആ മാർബിൾ എന്ത് ചെയ്യത്തില്ല? ഒരു കാരണവശാലും ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് പോളിത്തീൻ കവർ ആണ്. പോളിത്തീൻ കവർ അറിയായിരിക്കും, എങ്കിലും പുറത്തിലേക്ക് നോക്കുക. ഇതാണ് പോളിത്തീൻ കവർ.
അപ്പോൾ ഇത് എന്ത് ചെയ്യും? ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് കളറില്ലാത്ത പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മൾ ഈ കടകളിലൊക്കെ ചെന്ന് വെള്ളമൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോട്ടിൽ, അതാണ് എന്താണ് കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന് പറയും. അതെന്ത് ചെയ്യുന്നുണ്ട്? അകത്തുള്ള വെള്ളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനെ? ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഒബ്ജക്റ്റുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്താണ്? ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ്, അതായത് പ്രകാശത്തിനെ കടത്തിവിടുന്നത്, ലൈറ്റിനെ കടത്തിവിടുന്നതെന്ന് തിരിക്കാം. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ദാറ്റ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ്, അതായത് ഒബ്ജക്റ്റുകൾ ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാത്ത ഒബ്ജക്റ്റുകളെന്നും രണ്ടായിട്ട് തിരിക്കാം. അപ്പം ആദ്യത്തെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് ഏതൊക്കെയാണ്? വിൻഡോ ഗ്ലാസ്, സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ്, ഗ്ലാസ് ഫിൽഡ് വിത്ത് പ്യുവർ വാട്ടർ, ബട്ടർ പേപ്പർ, എ പീസ് ഓഫ് റീഡിംഗ് ഗ്ലാസ്, പോളിത്തീൻ കവർ, കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ. അടുത്തതായിട്ട് ഒബ്ജക്റ്റ് ദാറ്റ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആണ്. അതവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്, വുഡൻ ബ്ലോക്ക്. അടുത്ത എ പീസ് ഓഫ് ക്ലോത്ത്, വൈറ്റ് പേപ്പർ, ബ്ലാക്ക് ചാർട്ട് പേപ്പർ, എ കോയിൻ, എ മിറർ, മാർബിൾ. ഇത്രയാണ് ഒബ്ജക്ട്സ് ദാറ്റ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ്. അപ്പോൾ ഒബ്ജക്റ്റുകളെ നമ്മളിപ്പം രണ്ടായിട്ട് തിരിച്ചു. എന്താണ്? ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നവയെന്നും ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാത്തവയെന്നും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒബ്ജക്റ്റിൽ രണ്ട് തരത്തിലുണ്ട്, ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാത്തതും. അടുത്തതായിട്ട് നമ്മൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, അതായത് ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ മാത്രം എടുക്കുകയാണ്. ട്രാൻസ്മിറ്റ് ചെയ്യാത്ത ഒബ്ജക്റ്റുകളെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുന്നു. അപ്പോൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളിലെ ചില ഒബ്ജക്റ്റുകൾ അതെന്താണ്? അതായത് ലൈറ്റിനെ നല്ല കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും, എന്ന് വെച്ചാൽ നല്ല പൂർണ്ണമായിട്ടും കടത്തിവിടും, ഒരു തടസ്സവും ഇല്ലാതെ. പക്ഷെ എന്നാൽ ചില ഒബ്ജക്റ്റുകൾ എന്താണ്? പാർഷ്യലി ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ ഭാഗികമായിട്ട് കുറച്ച് മാത്രമേ കടത്തിവിടുമോ എന്ന് ചോദിച്ചാൽ കടത്തിവിടും, എന്നാൽ പൂർണ്ണമായിട്ടും കടത്തിവിടത്തില്ല. അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളുണ്ട്. അപ്പം നമുക്ക് അതിനെ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വേണ്ട ബട്ടർ പേപ്പർ എടുക്കാം. ബട്ടർ പേപ്പർ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, എങ്കിൽ പോലും ഒന്നുകൂടെ കണ്ടുകൊള്ളുക. ഇതാണ് ബട്ടർ പേപ്പർ. ഈ ബട്ടർ പേപ്പർ എന്ന് പറയുന്നത് ലൈറ്റിനെ പൂർണ്ണമായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുമോ? നിങ്ങളൊന്ന് നോക്കിയാട്ടെ. അപ്പോൾ ലൈറ്റിനെ അത് എന്ത് ചെയ്യത്തില്ല? പൂർണ്ണമായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല, അത് പാർഷ്യലി ട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ, എന്ന് വെച്ചാൽ ഭാഗികമായിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ലൈറ്റിനെ കടത്തിവിടത്തുള്ളൂ. അടുത്തത് വിൻഡോ ഗ്ലാസ് ആണ്. അതായത് നമ്മുടെ ജനലുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ. അത് സാധാരണഗതിയിൽ ചിലർ പ്ലെയിൻ ഗ്ലാസ്സുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്, എങ്കിലും സാധാരണഗതിയിൽ എന്താണ്? ഭാഗികമായിട്ട് കുറച്ച് മാത്രം കടത്തിവിടുന്ന ഗ്ലാസ്സുകളാണ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വിൻഡോ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പാർഷ്യലി ട്രാൻസ്മിറ്റഡ് ആണ്, എന്ന് വെച്ചാൽ ഭാഗികമായിട്ട് മാത്രം കടത്തിവിടുന്ന ഗ്ലാസ് ആണ് വിൻഡോ ഗ്ലാസ്. പ്രകാശത്തിനെ ഭാഗികമായിട്ട് മാത്രം കടത്തിവിടുന്നത്. അടുത്ത സ്ക്രാച്ച്ഡ് ഗ്ലാസ് എന്ന് പറയുന്നത്, ഗ്ലാസ് പീസ് എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്താണ്? ഉരച്ച കണ്ണാടി എന്ന് പറയും, എന്ന് വെച്ചാൽ നമ്മൾ ഈ ബെഡ്റൂമുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അത് എന്താണ്? പാർഷ്യലി ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് ഓയിൽഡ് പേപ്പറാണ്. ഓയിൽഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് നമ്മൾ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതായത് ചില പടങ്ങളൊക്കെ നമുക്ക് വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ ആ പേപ്പർ നമ്മൾ ആ പടത്തിൻ്റെ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള പടം നമുക്ക് നല്ലതുപോലെ കാണാൻ പറ്റും, അതിൻ്റെ മണ്ടയ്ക്കൂടെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഓയിൽഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ഇവിടെ കാണിക്കുന്നുണ്ട്, സ്ക്രീൻ കാണിക്കുന്നുണ്ട്, അതൊന്ന് കണ്ടുകൊള്ളുക. ഈ ഓയിൽഡ് പേപ്പറും എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല, പാർഷ്യലി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ. അടുത്തതായിട്ട് ഗ്ലാസ് പീസ് ആണ്. ഗ്ലാസ് പീസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഗ്ലാസിൻ്റെ കഷ്ണം, അതായത് നമ്മുടെ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെയുള്ള ഗ്ലാസ് പീസുകൾ. അപ്പോൾ ആ ഗ്ലാസ് പീസ് എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും, അതായത് അതിനൊരു തടസ്സവും ഇല്ലാതെ പൂർണ്ണമായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. അടുത്തത് പോളിത്തീൻ കവറാണ്. പോളിത്തീൻ കവർ മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്നുകൂടെ കാണാം. പോളിത്തീൻ കവറിൽ നമ്മൾ എന്താണോ പാക്ക് ചെയ്ത് വെക്കുന്നത് അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ പറ്റും. അപ്പോൾ എന്താണ്? പോളിത്തീൻ കവർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അടുത്തതായിട്ട് പ്യുവർ വാട്ടർ ടേക്കൺ ഇൻ എ ഗ്ലാസ്, അതായത് നല്ല ശുദ്ധമായിട്ടുള്ള ഒരു വെള്ളം ഗ്ലാസ്സിൽ എടുത്തു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യും? അത് ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അടുത്തതായിട്ട് എന്താണ്? കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അത് നമുക്കറിയാം, കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വെള്ളം അതുപോലെയുള്ള കുപ്പികൾ. അപ്പോൾ കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന് പറയുന്നത് ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? നമ്മളിപ്പം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, അതായത് ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ നമ്മളിപ്പോൾ എന്തായിട്ട് തിരിച്ചു? രണ്ടായിട്ട് തിരിച്ചു. ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് കംപ്ലീറ്റ്ലി, ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി. അതായത് ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കടത്തിവിടുന്നവരും പാർഷ്യലായിട്ട് കടത്തിവിടുന്നവരും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കടത്തിവിടുന്നവരെ ഒന്നുകൂടെ നോക്കാം. അത് ഒന്ന് ഗ്ലാസ് പീസ്, രണ്ട് പ്യുവർ വാട്ടർ ടേക്കൺ ഇൻ ടു എ ഗ്ലാസ് ടംബ്ലർ, മൂന്ന് കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ, നാല് പോളിത്തീൻ കവർ. ഇനി അടുത്തത് ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി നോക്കാം. ബട്ടർ പേപ്പർ, സ്ക്രാച്ച്ഡ് ഗ്ലാസ് പീസ്, ഓയിൽഡ് പേപ്പർ, വിൻഡോ ഗ്ലാസ്.
അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? ഒബ്ജക്റ്റുകൾ 3 തരത്തിലാണുള്ളത്. ചില ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യും? പ്രകാശത്തിനെ നല്ലതുപോലെ കടത്തിവിടും, അതായത് പൂർണ്ണമായിട്ടും കടത്തിവിടും. ചില ഒബ്ജക്റ്റുകൾ പ്രകാശത്തിനെ കുറച്ച് മാത്രം കടത്തിവിടും. എന്നാൽ ചില ഒബ്ജക്റ്റുകൾ പ്രകാശത്തിനെ ഒട്ടും കടത്തിവിടത്തില്ല. അപ്പോൾ പ്രകാശത്തിനെ പൂർണ്ണമായിട്ടും കടത്തിവിടുന്ന ഒബ്ജക്റ്റുകളെ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റുകൾ എന്ന് പറയും. പ്രകാശത്തിനെ കുറച്ച് മാത്രം കടത്തിവിടുന്ന ഒബ്ജക്റ്റുകളെ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. പ്രകാശത്തിനെ ഒട്ടും കടത്തിവിടാത്ത ഒബ്ജക്റ്റുകളെ ഒപെക് ഒബ്ജക്റ്റുകൾ എന്നും പറയും. അപ്പോൾ 3 തരത്തിലാണ് ഒബ്ജക്റ്റുകളെ തിരിച്ചിട്ടുള്ളത്: ട്രാൻസ്പെറൻറ്റ്, ട്രാൻസ്ലൂസൻറ്റ്, ഒപെക്. അപ്പോൾ നമുക്കിവിടെ പുസ്തകത്തിൽ തന്നിരിക്കുന്നത് നോക്കാം. ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ ആർ കോൾഡ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റുകൾ ലൈറ്റുകളെ നല്ലതുപോലെ കടത്തിവിടുന്ന ഒബ്ജക്റ്റുകളെ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. ഒബ്ജക്റ്റ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി ആർ കോൾഡ് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്. അതായത് ലൈറ്റിനെ പാർഷ്യലായിട്ട് കടത്തിവിടുന്ന ഒബ്ജക്റ്റുകളെ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. ഒബ്ജക്റ്റ് വിച്ച് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആർ ഒപെക് ഒബ്ജക്റ്റ്. അതായത് ലൈറ്റിനെ ഒട്ടും തന്നെ കടത്തിവിടാത്ത ഒബ്ജക്റ്റുകളെ നമ്മൾ ഒപെക് ഒബ്ജക്റ്റുകൾ എന്ന് പറയും. അപ്പോൾ ഇത് പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യണം? ഇങ്ങനെ 3ആയിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്ത് തന്നെ നോക്കണം. ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റും ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റും ഒപെക് ഒബ്ജക്റ്റുമായിട്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒപെക് ഒബ്ജക്റ്റ് ആക്കി മാറ്റുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയാട്ടെ, ഒരു ഗ്ലാസ് ഷീറ്റിലേക്ക് നമ്മളത് കരി പിടിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഗ്ലാസ്സിനെ നമുക്ക് എന്താക്കി മാറ്റാം? ഒപെക് ആക്കി മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്യുവർ വാട്ടറിനെ, അത് ട്രാൻസ്പെറൻ്റ് ആണ് പ്യുവർ വാട്ടർ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ലൂസൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് മഷി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതൊരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് ഒബ്ജക്റ്റുകളെ പല രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ട്രാൻസ്ലൂസൻ്റ് ആക്കാം, അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതിനെ ഒപെക് ആക്കി മാറ്റാം. അങ്ങനെ ഒബ്ജക്റ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കും. അതിനുള്ള ചില എക്സ്പെരിമെൻറ്റുകൾ മാത്രമാണ് പുസ്തകത്തിൽ തന്നിരിക്കുന്നത്. അടുത്തതായിട്ട് ട്രാൻസ്പെറൻസി ആൻഡ് ഒപ്പാസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡേ ലൈഫ് ആണ്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും ഒപെക് ആയിട്ടും ട്രാൻസ്ലൂസൻ്റ് ആയിട്ടും ഒക്കെ ഒബ്ജക്റ്റുകളെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ പെന്ന്. അതിൻ്റെ റീഫില്ല് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഊരി നോക്കാറുണ്ട്, മഷി തീർന്നോ ഇല്ലയോ എന്നൊക്കെ നോക്കും. എങ്ങനെയാണ് നോക്കുന്നത്? ആ റീഫില്ലിലേക്ക് നോക്കുമ്പോൾ ആ മഷിയുടെ അളവ് നമുക്ക് കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ കാണാൻ പറ്റുന്നത്? അത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിനകത്തുള്ള സാധനങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒബ്ജക്റ്റ്, അതായത് പുറത്തുള്ള ആ മഷി നിറച്ചിരിക്കുന്ന ആ ഒബ്ജക്റ്റ് എന്താണ്? അതൊരു ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനകത്തുള്ള സാധനങ്ങളെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ മാപ്പൊക്കെ നമുക്ക് വരയ്ക്കാൻ അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഓയിൽ പേപ്പർ നമ്മൾ മാപ്പിൻ്റെ പുറത്തേക്കോ അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ പുറത്തേക്കോ വെച്ചിട്ട് നമ്മൾ അതിനെ ട്രേസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ട്രേസ് ചെയ്ത് വരയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ എന്തുണ്ട്? ഭിത്തികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭിത്തികളൊക്കെ എന്താണ്? നമ്മുടെ ഒപെക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് അപ്പുറത്തുള്ളതിനെ നമുക്ക് കാണാൻ കഴിയാത്ത സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റുകളൊക്കെ പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. അത് നമുക്ക് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തേത് സിറ്റുവേഷൻ ഇൻ വിച്ച് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് ആർ യൂസ്ഡ്. അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഉപയോഗിക്കുന്നത് 2 സിറ്റുവേഷനോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തേത് സ്പെക്ടക്കിൾസ് ആണ്. അതെന്ന് വെച്ചാൽ ഐ ഗ്ലാസസ്, നമ്മൾ കണ്ണിൽ വെക്കുന്ന കണ്ണട, അതിനെയാണ് സ്പെക്ടക്കിൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. അതെന്താണ്? ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഓർ ഗ്ലാസ് കണ്ടെയ്നേഴ്സ്, നമ്മൾ ഈ അടുക്കളയിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അമ്മമാരൊക്കെ എന്ത് ചെയ്യും? ഈ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കും. എന്തിനാണ് അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ അറിയാമോ? അതായത് ഈ പാത്രം തുറന്നു നോക്കാതെ തന്നെ ഇതിനകത്തുള്ളത് എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ അടുക്കളയിൽ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരും. ഇത് തുറന്ന് ഇതിനകത്ത് എന്താണ്, ഏതെങ്കിലും ഒരു സാധനം എടുക്കാനായിരിക്കും അത് തുറക്കുന്നത്. അപ്പോൾ ഒരേപോലെയുള്ള കണ്ടെയ്നേഴ്സ് ആയിരിക്കുന്നെങ്കിൽ ഏതൊക്കെ കണ്ടെയ്നറിലാണ് സാധനങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തുറക്കാതെ തന്നെ അതിനകത്തുള്ള സാധനങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് ആർ യൂസ്ഡ് എന്നുള്ളതിനകത്ത് 2 എണ്ണം പറയാം. ഒന്ന് സ്പെക്ടക്കിൾസ്, രണ്ടാമത് പ്ലാസ്റ്റിക് ഓർ ഗ്ലാസ് കണ്ടെയ്നേഴ്സ്. അടുത്തത് സിറ്റുവേഷൻസ് ഇൻ വിച്ച് ട്രാൻസ്ലൂസൻറ്റ്
ഒബ്ജക്ട്സ് ആർ യൂസ്ഡ്, അതായത് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഏതൊക്കെയാണ് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ. ആ ടിഷ്യൂ പേപ്പർ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഇതെന്താണ്, ഒരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള, അതായത് കുറച്ച് മാത്രം പ്രകാശത്തിനെ കടത്തിവിടുന്ന ഒരു ഒബ്ജക്റ്റാണ് ടിഷ്യൂ പേപ്പർ. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെ വിൻഡോ ഗ്ലാസ് എന്ന് പറയും, അതായത് ജനലിൻ്റെ ഗ്ലാസുകൾ, അതൊക്കെ എന്താണ്, ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളാണ്. അടുത്തതായിട്ട് സിറ്റുവേഷൻ ഇൻ വിച്ച് ഒപെക് ഒബ്ജക്ട്സ് ആർ യൂസ്ഡ്, അതായത് ഒപെക് ആയിട്ടുള്ള, അതായത് ഒട്ടും കടത്തി വിടാത്ത ഒബ്ജക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്. അതൊന്ന് നമ്മുടെ ക്ലോത്ത്സ് ആണ്, നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ധരിക്കാറുള്ള വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒപെക് ആയിട്ടുള്ളതാണ്, പ്രകാശത്തിനെ കടത്തി വിടുന്നതല്ല. പിന്നെ വോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഭിത്തികൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ അപ്പുറത്തുള്ള കാര്യം എന്താണ് നമുക്ക് കാണാനോ സാധിക്കത്തില്ല, പ്രകാശത്തിനെ കടത്തിവിടാത്തതാണ്. അതുപോലെ തന്നെ വുഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തടി കൊണ്ടുള്ള ഫർണിച്ചറുകൾ. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇത് എന്താണ്, ഒപെക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. അപ്പോൾ ഒന്നും കൂടെ പറയാം. സിറ്റുവേഷൻ ഇൻ വിച്ച് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്ട്സ് ആർ യൂസ്ഡ്, സ്പെക്ടക്കിൾസ്, പ്ലാസ്റ്റിക് ഓർ ഗ്ലാസ് കണ്ടെയ്നേഴ്സ്. സിറ്റുവേഷൻ ഇൻ വിച്ച് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് ആർ യൂസ്ഡ്, ടിഷ്യൂ പേപ്പർ, വിൻഡോ ഗ്ലാസ്. സിറ്റുവേഷൻ ഇൻ വിച്ച് ഒപെക് ഒബ്ജക്ട്സ് ആർ യൂസ്ഡ്, ക്ലോത്ത്സ്, വാൾസ്, വുഡ് ഫർണിച്ചേഴ്സ്. അടുത്തതായിട്ട് ഒരു എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്. അതിനകത്ത് തന്നിരിക്കുന്നത് ദ ഇൻവിസിബിൾ മാൻ, എ ഫേമസ് സയൻസ് ഫിക്ഷൻ ഇൻ ദ ഇംഗ്ലീഷ് റൈറ്റർ H.G. വെൽസ്, അതായത് H.G. വെൽസ് എന്നതിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കാണ് ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്നത്. അതായത് ഈ നോവലിലെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് വെച്ചാൽ ഒരു അങ്ങനെ യാഥാർത്ഥ്യമല്ല. അപ്പോൾ അതിലെ ആ കഥാപാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി കഴിയുമ്പോഴത്തേക്ക് തൻ്റെ ശരീരം എന്തായിട്ട് മാറുന്നുണ്ട്, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറുന്നു വെച്ചാൽ ശരീരത്തിലേക്ക് കൂടി പ്രകാശം കടന്നു പോകുന്ന കാരണം ശരീരം ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയാൻ പറ്റാത്ത രീതിയിലായി മാറും. അങ്ങനെ ഒരു അദൃശ്യനായി മാറുന്ന ഒരു കഥയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതൊരു എക്സ്റ്റൻഡഡ് റീഡിംഗ് ആയിട്ട് തന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും മറുപടി നൽകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 2-ൽ ഉൾപ്പെടുത്തുന്നതാണ്.